ഇന്നത്തെ യാത്ര തൃശ്ശൂരിൻ്റെ സ്വന്തം ചിമ്മിനിയിലേക്കാണ്. ചിമ്മിനി ഡാമിലെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജി ടോക്സിൻ്റെ പ്രേക്ഷകരെ, നമ്മുടെ അനുഭവങ്ങളും നമുക്ക് ഈ യാത്രയിൽ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചിമ്മിനിയിലേക്ക് കടക്കുമ്പോൾ കാണുന്ന ഒരു ഫസ്റ്റ് അടിപൊളി സ്ഥലമാണ് വലിയകുളം പാലം. അതിന് മുന്നേ സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലം നമ്മൾ ശരിക്കും കാണിച്ചില്ല അല്ലേ. അത് വലിയ കാര്യമില്ല അല്ലേ, അവിടെ മല മാത്രമല്ലേ കാണാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ചിമ്മിനിയിൽ വരുമ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ച നിങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. കുറച്ച് നേരം ഉണ്ടാകാതെ കാണാൻ നല്ല സൗണ്ട് കേൾക്കണം. അതെന്ത് വണ്ടിയത്? ട്രാക്ടർ അല്ലേ അത്? ട്രാക്ടർ നമ്മുടെ സഹയാത്രികനായ നോബിൾ വളരെ ഉന്മേഷത്തോടു കൂടി അതിൽ ഞാനുണ്ടല്ലോ. നമുക്കൊന്ന് റബ്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ വാഹനം ഇതായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഈ തുടർന്നുള്ള കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയാണ് ചിമ്മിനിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൽ കാഴ്ചപ്പാട് വേറെയുള്ള ആൾക്കാരുണ്ടാവായിരിക്കാം, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. ശരിക്കും ഇവിടെ ഒന്നും കൂടി നമ്മൾ നേരത്തെ വരികയായിരുന്നെങ്കിൽ റോഡിൽ വരെ മഞ്ഞുണ്ടാവുന്ന ഒരവസ്ഥ അത് ഞാൻ മുന്നേ എനിക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് വൈകി, അത് കാരണം നമുക്ക് അത് കിട്ടിയില്ല. കോട മഞ്ഞിറങ്ങുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഒരു മഴ ചെറുതായി നിൽക്കുന്നുണ്ട്, എന്താ അവസ്ഥ എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചിമ്മിനി യാത്ര ഇവിടെ തുടരുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് കുറച്ച് ചിത്രങ്ങൾ പകർത്തിയതിന് ശേഷം ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു സ്ഥലം, നല്ലൊരു സ്ഥലം കാണുമ്പോൾ നമ്മൾ നിർത്തുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട ഒരു വലിയ മരം. ഈ മരത്തിൻ്റെ പേരൊന്നും ഒരു എഴുതിയിട്ടില്ലല്ലേ. ഇതൊരു ഭീകര മരമാണെന്ന് പറഞ്ഞു. ദിസ് ഈസ് എ വെരി ബിഗ് മരം. ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് അറിയുമല്ലേ? ചൂളം വിളിക്കല്ലോ നമ്മളെ. അവസാനം പാമ്പ് വരാൻ പണ്ട് പറയണ സാധനം. പണ്ട് പറയണ ചൂളം വിളിക്കല്ലോ മോനെ, പാമ്പ് വരും. നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയട്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ദെൻ നമ്മളിവിടെ നിന്നിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് പാതയൊക്കെ കുറച്ച് പ്രശ്നമാണ്. പാത വാ പാതയോരം ശരിയുണ്ട്. മതിൽ കെട്ടിയ പോലെ ശരിക്കില്ലേ, മതിൽ പൊളിഞ്ഞു പോയ പോലെയാണ്. പക്ഷേ ഇത് മതിലല്ല. അയ്യോ, ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ്. അച്ചാച്ചൻ്റെ മോനൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ. ഇതാണ് വലിയ മരം. ഇതിൻ്റെ പേരെന്താണോ? വൈഡാക്കിട്ട് എടുക്കും, വൈഡാക്കിട്ട്. ഓ മൈ ഗാഡ്, ദിസ് ഈസ് എ മരം. വലിയ മരം, വലിയൊരു ഏരിയ കാണുമ്പോൾ വെറുതെ വലിയൊരു സന്തോഷം. എന്താണാവല്ലോ അങ്ങനെ. ഷിബുമോൻ്റെ വേറെ സാധനം കണ്ടുപിടിച്ചു. ഷിബുമോൻ ഷെഡിമോനാണ്, എന്ത് മോനാണെന്നറിയില്ല. എന്തായാലും ഷിബുമോൻ ആള് ശരിയല്ല. മീനുകളൊന്നുമില്ലല്ലേ? മിമീസ് ഇവിടുന്ന് നോക്കിയത്
ഗംഭീരം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റബ്ബർ ഗാർഡൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ വലിയ മരവും അതിനോടനുബന്ധിച്ച് ചെറിയൊരു പുഴയാണത്, എന്താ പറയുന്നത്, അരുവി. ആ അരുവിയുടെ അരികിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒരു സേവ് ദി ഡേറ്റോ എന്തോ ഒരു സംഭവം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ അരുവി ചാടി കടന്ന് അപ്പുറത്തൊരു റബ്ബർ ഗാർഡനുള്ളിലാണ് ഞങ്ങളെന്ന് പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല അല്ലേ, നല്ലൊരു സ്ഥലമാണ്. റബ്ബർ ഗാർഡിൻ്റെ ഒരു മനോഹാരിത ഞങ്ങളിവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ പോകുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവർ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് ആ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. 2 മരങ്ങൾ അടുപ്പിച്ച് നിൽക്കുന്നു, അവിടെ 2 കപ്പിൾസ് അടുപ്പിച്ച് നിൽക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി അവരുടെ ഫോട്ടോൻ്റെ ബാക്കിൽ നമ്മളുണ്ടാവും. പക്ഷേ ഏടെ ഒരു കടന്നുകയറ്റമുള്ള കാരണം ഫോട്ടോ പോലെ ഇപ്പോൾ നമ്മളുണ്ടെങ്കിലും അവർക്കത് ഇറേസ് ചെയ്ത് കളയാലോ അല്ലേ. നമ്മളെ എല്ലാ ഫോട്ടോയിലും നമ്മളുണ്ട്, നമ്മളിപ്പോൾ ഒന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞ അരുവി. ദിസ് ഈസ് അവർ അരുവി. ഇത് ശരിക്കും ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല മുന്നേ ഒന്നും. മഴക്കാലം ആകുമ്പോൾ ഉണ്ടാവായിരിക്കും നമ്മൾ സാധാരണ വരുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ ആൾക്കാർ ഇറങ്ങാറൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മളുണ്ടാവില്ലേ. ഏതായിരുന്നു നമ്മൾ പറഞ്ഞ ആ 2 വലിയ മരം. 2 വലിയ മരത്തിൽ ആരുമില്ല. ശരിക്കും മലയണ്ണാൻ്റെ ഒരു സാന്നിധ്യം നമ്മളിവിടെ കണ്ടിരുന്നു. മലയണ്ണാൻ പോയി ഇതിന് മുകളിൽ മലയണ്ണാനുണ്ടായിരുന്നു ഗൈസ് ഈ മരത്തിൻ്റെ മുകളിൽ. പക്ഷേ ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ. എന്തായാലും ഇനി എന്തെങ്കിലും അണ്ണനൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ആ അണ്ണനെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിനെ കൊണ്ട് തിരുവനന്തപുരം സൂര്യണ്ടെന്ന് കൊണ്ടിട്ടാ പ്രാവശ്യം കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയി. ഞങ്ങളവിടെ പോട്ടേട്ടാണ് എന്നിട്ട് ഇതിനെ പിടിച്ചു. പവർ ബാങ്ക് ഉണ്ട് ഇതിൻ്റെ നീ മേടിച്ചിട്ടില്ല ഇതുവരെ. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. 40 രൂപ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇങ്ങനെ ഇവിടെ തന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾ 2 പേർ ദെൻ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇനി ഉള്ളിലേക്ക് പോകാനുള്ള പരിപാടികളാണ്. ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുള്ള പോലെ അവിടെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവിധ ഡീറ്റെയിൽസുകളും ഇത് ആനപ്പിണ്ടാണോ കിടക്കുന്നത്. നമ്മൾ ഈ ചിമ്മിനിയുടെ ഉള്ളിലേക്ക് സിമിനിക്കുട്ട ചാർജ് കഴിയാറായി ഗൈസ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരമൊക്കെ കാണിക്കാൻ പറ്റില്ല. ഫോണിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് നോബിൾ പറയുന്നത്. കാണാം, കണ്ടറിയണം നമുക്കിനി എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ചിമ്മിനി ഡാമിൻ്റെ മനോഹാരിത പകർത്തണമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം പകർത്തിയെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ചാർജ് ഏകദേശം തീർന്നിരിക്കുക എന്ന് പറഞ്ഞു. വയസ്സായി എനിക്കും എൻ്റെ ക്യാമറയ്ക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള മറ്റു കാഴ്ചകൾ. ഡീറ്റെയിൽസ്. ഓ മൈ ഗാഡ്. നോബിൾ ചന്തമൊപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ചന്തമൊപ്പിച്ച് നടന്നു വരുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ്: മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത്. 5000 രൂപയുടെ പിഴ. അവസാനം അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല അതുകൊണ്ട് വർത്താനം കാര്യമില്ല. ഞങ്ങൾ അറിയാതെ ഇട്ടപ്പോൾ അറിഞ്ഞു പണ്ട് കാര്യമില്ല പറഞ്ഞു. വരൂ, ഇതാണ് ചിമ്മിനിയുടെയൊക്കെ പാടം. നമ്മൾ ഈ ചെളിയാണ് ഇവിടെ നിന്ന് മൊത്തത്തിൽ. ചെക്കിളി പിളി കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അവിടെയാണ് കൊട്ടവഞ്ചിയുടെ ബിസിനസ്സുകൾ നടക്കുന്ന സ്ഥലം. ഈ ഭാഗം കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ എവിടെയെന്ന് അറിയോ? ഏത് പടം അറിയോ? മറ്റേ വിനോദയാത്ര. അളിയനെ നോക്കാൻ വേണ്ടി വരുന്ന മാത്രമല്ല, ഇവിടെ ഇന്നസെന്റിന്റെ കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. സാറിപ്പോൾ എന്തിനാ തന്നെ
ഞാൻ വേറെന്ത് സോറി തങ്കച്ച ഞാൻ വേറെന്ത് അപ്പം അത് കഴിഞ്ഞ് മാമുക്കോയ എന്നിട്ട് പറയും സോറി തങ്കച്ച സാറെന്താ നമ്മളിവിടെ ഓ ഇതാണ് ചിമ്മിനിയുടെ മനോഹാരിത. ഇതാണ് ഞാൻ പറഞ്ഞ മനോഹാരിത. ഇതും ഒരു മനോഹാരിതയാണ്. അത് നമ്മൾ കണ്ടത് ഒരു മനോഹാരിത, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹാരിത. മൈ ഗോഡ്, ദിസ് ഈസ് എലിഫന്റ് ചാണകം എന്ന് പറഞ്ഞ പോലെ ദിസ് ഈസ് ഒറിജിനൽ ചാണകം. തുമ്പികൾ പറക്കുന്നു, കിളികൾ പറക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ തെറ്റാണ് അല്ലേ? ഇവിടെയൊക്കെ അപ്പുറത്തേക്ക് പോകാൻ പറ്റിയ എത്ര നന്നായിരുന്നു അല്ലേ? ചിമ്മിനിയുടെ കാട്, കാടിൻ്റെ ചിമ്മിനി. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ചിമ്മിനിയുടെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശിച്ചാൽ വിവരം അറിയും. അപ്പോൾ ഇത് നിരോധിത മേഖലയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വന്ന ചിമ്മിനിയിൽ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു. നാളെ എന്താണെന്ന് അറിയില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞു? അങ്ങനെ നമ്മൾ ഡാമിനെ വട്ടമിട്ടുകൊണ്ട് നടന്ന് നേരെ തിരിച്ച് ഈ കാണുന്ന വഴിയിലൂടെ കയറി വന്നുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഡാമിൽ വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കൊട്ടവഞ്ചിയുടെ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. കൊട്ടവഞ്ചിയിൽ പോകാൻ ഉദ്ദേശിക്കണില്ല, കാരണം നമ്മൾ 2 ആളുള്ളൂ. അതിൽ 4 ആൾ 5 ആളാണ്ട് വേണമെന്നുണ്ട്, അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങേണ്ട അത്ര ഇഷ്ടമില്ലാത്ത കാരണം, നീന്തൽ വശമില്ലാത്തത് കാരണം എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ ഇറങ്ങാനുള്ളൊരു ഉദ്ദേശമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ സേവ് ദി ഡേറ്റിൻ്റെ ടീം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ആ സൈഡിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വന്ന ആളുകൾ കൊട്ടവഞ്ചിയിൽ കയറാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അവർ അതിൽ കയറി പോകുന്നത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിമ്മിനിയുടെ മനോഹാരിത ഒപ്പിയെടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ മഞ്ഞ് മൂടി നിൽക്കുന്ന മലകൾ, മഞ്ഞ തന്നെയാണോ മേഘമാണോ എന്താണെങ്കിലും അത് മൂടി നിൽക്കുന്ന മലകൾ, അതുപോലെ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന ഫ്രഷായിട്ടുള്ള ആ വായു അത് നല്ലപോലെ ശ്വസിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഒരു വായു നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ. വേറെ എവിടെ നിന്നെന്ന് വെച്ചാൽ ഇങ്ങനെ കാട് പോലത്തെ ഏരിയയിൽ വരുമ്പോഴാണ് നമുക്ക് ഫ്രഷ് എയർ കിട്ടുക. അപ്പോൾ അധികം പൊല്യൂഷനൊന്നും ഇല്ലാത്ത ആ എയർ നമ്മൾ നല്ല രീതിയിൽ വലിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണിൽ അത് പെട്ടത്. വേറെ ഒന്നുമല്ല, അവിടെ ഒരു സൈഡിലായിട്ട് നിറയെ ചിത്രശലഭങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പകർത്താന്നുള്ള രീതിയിൽ അങ്ങോട്ട് മൂവിയാണ്. അപ്പോൾ ഈ ഒരു കളറുള്ള ചിത്രശലഭമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ചിത്രശലഭങ്ങളുണ്ട്. ഇത് നമ്മൾ അടുത്തേക്ക് വന്നാലും പറന്നു പോകണില്ല, ബട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ പറന്നുകൊണ്ട്. അപ്പോൾ അതൊരു നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. പിന്നെ ഈ ചിത്രശലഭം പണ്ടോട്ട് എനിക്ക് ഭയങ്കര അതൊരു എന്താണെന്ന് അറിയാം, ഞാൻ വേണ്ട ഭയങ്കര താല്പര്യമാണ്. കാരണം ചിത്രശലഭത്തിന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാതെ ഞാനവിടെ നിന്ന് പോയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കൂട്ടകമായിട്ട് ഇരുന്നിങ്ങനെ എന്താ പറയുക, തേൻ കുടിക്കുന്നു, പരാഗണം നടത്തുന്നു എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊരു രസകരമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളിവിടെ പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ പൂമ്പാറ്റകളെ കാണാൻ പോകുക, അതുപോലെ സൂക്ഷിച്ച് പോകണം. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പാമ്പിച്ചി മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് നോക്കിയിട്ട് കാണുക, ആസ്വദിക്കുക. ദെൻ ഇതെന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന സംഭവമാണ് അത്ര മഴയുടെ അളവ് എടുക്കുന്ന സംഭവം. ഇങ്ങനെ ഒരു ആൻറ്റിന പോലെ ഇരിക്കുന്നുണ്ടല്ലേ, ഈ സാധനമാണത്രേ അതിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. പിന്നെ ആ പെട്ടിക്കൂടിൻ്റെ ഉള്ളിലത്രേ വെതർ എന്താണ് ഇവിടുത്തെന്ന് അറിയാൻ പറ്റുന്ന ഒരു സംഗതി. ഇത് പുതിയൊരു അറിവായിരുന്നു, നമുക്ക് ഇതുവരെ അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ചിമ്മിനിയുടെ താഴ്ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് മോനെ യഥാർത്ഥ സീൻ. ഓഫ് കോഴ്സ് ആ പിള്ളേർ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ലോ. ഭയങ്കര വഴുക്കലാട്ടാ, മെല്ലാണെന്നാ മതി. ഇവിടുത്തെ ഒരു വൈബ് ശരിക്കേ വന്ന് കണ്ടാലേ അറിയുള്ളൂ കേട്ടോ.
ഡിസ്പ്ലേ അടിച്ച മതി. അത് വെള്ളം നനയാനുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം ചിമ്മിനിക്ക് വന്നത് എന്താ പറയുക, ഇരട്ടി ലാഭം എന്ന് പറഞ്ഞ പോലെ. നമുക്ക് സാധാരണ മുകളിൽ ചിമ്മിനിയുടെ ഒരു വൈബ് കിട്ടും എന്ന് വെച്ചാൽ കാട് ഡാം. പക്ഷേ ഇത് വന്നിട്ട് ഞാൻ പറയണമെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റപ്പ് കൊണ്ട് കിട്ടി. നമ്മുടെ അതിരപ്പള്ളിയുടെ അടിയിൽ പോയിക്കില്ല, ആ ഒരു സെയിം ഫീൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ആസ്വദിക്കാൻ വേഗം തന്നെ ചിമ്മിനിയിലേക്ക് വിട്ടോളൂ. അങ്ങനെ ഞങ്ങൾ ചിമ്മിനിയോട് ടാറ്റ പറഞ്ഞുകൊണ്ട് തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ പ്രാവശ്യത്തെ ചിമ്മിനി യാത്ര വളരെയധികം സന്തോഷകരമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. മഴ പെയ്തൂല എന്നാൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. എങ്ങനെയാണെങ്കിലും ആ ഒരു യാത്ര അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല സന്തോഷവും എന്താ പറയുക, നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിമ്മിനിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ എഴുതി അറിയിക്കുക. നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.